ഹലോ ഗായ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഒരു മാതാവും പിതാവും ഒരച്ഛനും അമ്മയും ഒരു ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. അവർ വീട്ടിൽ നിന്നൊരു കാർ എടുത്ത് പോയി കുറച്ച് മാറി ആളില്ലാത്ത സ്ഥലത്ത് ചെന്നിട്ട് അവരുടെ കാറിന് തീ പിടിച്ചിട്ടാണ് അവർ രണ്ടുപേരും മരിക്കുന്നത്. ആത്മഹത്യ എന്നാണ് ഇപ്പോൾ ഉറപ്പിച്ചേക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ മകൻ, അവരുടെ ഒരു 37 വയസ്സായ മകൻ, 37 വയസ്സുള്ള മകൻ ലഹരിക്കടിമപ്പെട്ട് അവർക്ക് ജീവിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായി, അവർക്ക് കൺട്രോളബിൾ ആയി എന്നുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതാണ് ആത്മഹത്യയുടെ റീസൺ. ഇത് ഇവരുടെ വാർഡ് മെമ്പർ പറയുന്നത് തന്നെ, അവരുടെ റീസൺ പറയുന്നത് തന്നെയാണ്. നമുക്ക് കേട്ടിട്ട് നമുക്ക് ബാക്കി കാണാം. അറിയത്തില്ല. ഈ പലപ്പോഴും നിങ്ങൾ തന്നെ ഇടപെട്ട് ഈ ലഹരിയിൽ നിന്ന് ഇയാളെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടോ? അതെ ഞങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും വിളിച്ചിട്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇനി അവരുടെ സങ്കടം മൊത്തം ഇനിയും ഞങ്ങളെ തല്ലുന്ന ഒരു അവസ്ഥ അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഘട്ടത്തിലേക്ക് ലഹരി അയാളെ കീഴ്പ്പെടുത്തി. അതെ ആ ഘട്ടത്തിലേക്ക് ലഹരി കീഴ്പ്പെടുത്തി. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർഡ് മെമ്പറോട് ഈ മാതാപിതാക്കൾ വാർഡ് മെമ്പറെ അല്ലാത്ത അല്ലെങ്കിൽ വാർഡ് കൗൺസിലറെ വിളിച്ചിട്ട് ഇവരാദ്യം പറയുന്നുണ്ട്, ഇവർക്ക് മകൻ്റെ ലഹരി ഉപയോഗം കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ആക്രമണം, വീട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മേനെയും അടിക്കുകയും കഷ്ടപ്പാടും ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഈ കാര്യങ്ങൾ വാർഡ് കൗൺസിലറോട് ഇവരാദ്യം പറയുന്നു. എന്നിട്ട് വാർഡ് കൗൺസിലർ എന്താ ചെയ്തതെന്ന് നമ്മളിപ്പം കേട്ടത്. അതുപോലൊരു അവസ്ഥ അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഘട്ടത്തിലേക്ക് ലഹരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും വിളിച്ചിട്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇനി അവരുടെ സങ്കടം മൊത്തം ഇനിയും ഞങ്ങളെ തല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരു കൗൺസിലറോട് പറഞ്ഞിട്ട് ഇവര് ഒരു നടപടി എടുത്തില്ല. ഇവരാകെ ചെയ്തത് ഇവരെ റിഹാബിലേഷൻ സെന്ററിലേക്ക് നിർത്തി. അത് നിർത്തി അവിടുന്ന് ഇവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഇവര് ഡീഹൈഡ്രേഷൻ സെന്ററിൽ കൊണ്ടുപോയെന്നാണ് ഈ കൗൺസിലർ അത് കഴിഞ്ഞിട്ട് പറയുന്നത്. ഇതിങ്ങനെ കൊണ്ടുപോയി നിർത്തിയതിന് ശേഷം പിന്നെ ഇവർ യാതൊരു നടപടി എടുക്കുന്നില്ല. അതുപോലെ തന്നെ കൗൺസിലർ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ മരിച്ച ഈ ഫാദറും മദറും ഒക്കെ വീട്ടിലൊരു ഇല വീണ വരെ വൃത്തിയാക്കുന്ന അത്രയും പെർഫെക്ഷണലിസ്റ്റുകളായിരുന്നു. അത്രയും നന്നായിട്ട് വീട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുകയും അങ്ങനെ അത്രയും ഹൈലി എഡ്യൂക്കേറ്റഡും നല്ല രീതിക്ക് നല്ല മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളുടെ ഒരു കുടുംബമാണിത്. അതിൻ്റെ ഒരു മകനാണ് ഇത് അയക്കുന്നത്. ഓൾസോ ഇവര് ഈ കൗൺസിലർ തന്നെ ഇതിന് ശേഷം പറയുന്നുണ്ട്, അവരുടെ ആത്മഹത്യക്കുറിപ്പിനകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ അടുത്ത് മകനെ ഇനി ചികിത്സിക്കാനുള്ള പൈസ എല്ലാം തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് ആരെങ്കിലും ഏറ്റെടുത്ത് ചികിത്സിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൈയൊഴിഞ്ഞ് ഇവരിപ്പോൾ ആത്മഹത്യ ചെയ്തേക്കുന്നത്. അപ്പം ആരാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആത്മഹത്യയുടെ കുറ്റക്കാർ എന്നുള്ളൊരു സബ്ജക്റ്റാണ് ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ ആത്മഹത്യയുടെ മരിച്ചവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ലെങ്കിൽ പോലും ആത്മഹത്യ ചെയ്ത ഒരു 75% ആൾക്കാരും അവർ തന്നെയാണ് അവരുടെ ആത്മഹത്യയുടെ കാരണക്കാരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഈ കേസിലാണെങ്കിലും ഇപ്പം അച്ഛനും അമ്മയ്ക്കും അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് ശരികളുണ്ടായിരിക്കും. എന്നാൽ അൾട്ടിമേറ്റ്ലി അവരുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല. എന്നാലും അതിനുശേഷം ഏറ്റവും വലിയ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് ഈ കൗൺസിലറും ഈ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ. ഇവരോട് ഈ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഈ പാരൻസ് പറഞ്ഞിട്ടുള്ളതല്ലേ. എൻ്റെ വീട്ടിലുള്ള അവസ്ഥ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മാന്യമായിട്ട് ജീവിച്ചതുകൊണ്ട് വീട്ടിലെ ഒരവസ്ഥ ഇങ്ങനെ എപ്പോഴും വിളിച്ച് കൗൺസിലറോടും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെയുള്ള കേസുകളിൽ പരാതിയുമായിട്ട് മാതാപിതാക്കളോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാതിരിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഈ കൗൺസിലറും ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരൊക്കെ അല്ലേ. ഇത്രയും വലിയൊരു കേസ് നടക്കുന്നുണ്ട്, മകന്റെ ആക്രമണം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ഇനിയും അവരുടെ അടിയും വഴക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് ഈ കൗൺസിലറിനോട് തന്നെ ആ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളതായി ഈ കൗൺസിലർ തന്നെ പറയുന്നുണ്ട്. ഇത്രയും ഇത് കേട്ടിട്ടും വീണ്ടും ഒരു ഡീഹൈഡ്രേഷൻ സെന്ററിൽ കൊണ്ടാക്കി 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും ഇവരെന്തുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്തില്ല? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും നന്നായിട്ട് ജീവിക്കുന്നവരൊക്കെ ആകുമ്പോൾ എപ്പോഴും വന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ വേറെ ആൾക്കാരോട് പറയാൻ അവർക്ക് മടിയുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകവും ബോധമുള്ളവരല്ലേ നമ്മൾ പഠിച്ച കൗൺസിലർമാരും കാര്യങ്ങളൊക്കെ വേണ്ടത്. അവരല്ലേ ജനങ്ങളെ നയിക്കേണ്ടത്.
ഇവരിത് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞതാണ് രണ്ടാമത്തെ ഒരു മെയിൻ കാരണമായിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തതും വീണ്ടും ഈ മാതാപിതാക്കളുടെ കാര്യം തന്നെ പറയുന്നത്, ഇവര് പാവങ്ങളായതുകൊണ്ടാണ് ഒന്നാമത്തെ റീസൺ. ഇങ്ങനെ ഒരു ആത്മഹത്യ നടന്നു കഴിയുമ്പോൾ നമ്മള് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലുള്ള ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഇതേപോലുള്ള സാഹചര്യങ്ങൾ സെയിം സിറ്റുവേഷനിൽ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടായിരിക്കും. അതേപോലുള്ള മാതാപിതാക്കൾക്ക് അവയർനെസ് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇനിയും ഇതുപോലത്തെ ആത്മഹത്യ നിർത്താൻ വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ മാതാപിതാക്കളുടെ ഓവറായിട്ടുള്ള മക്കളോടുള്ള സ്നേഹം തന്നെ കുറയ്ക്കണം. ഇവരിങ്ങനെ ഇത്രയും അടിയപ്പെടുന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ അതിശക്തമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ തന്നെ മുന്നോട്ട് വരണം. ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനാണെങ്കിലും ഇവർക്കൊരു അസുഖമാണ്, ഇവർക്കൊരു രോഗമാണ്, അതിനെ കറക്റ്റായിട്ട് ആൾക്കാർ അറിയോ ഇല്ലയോ എന്ന് പേടിച്ചിട്ട് സ്വന്തം പോയിട്ട് ആത്മഹത്യ ചെയ്യുകയല്ല ഇവർ വേണ്ടത്. ഇവരാദ്യം തന്നെ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞ് ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതിന് വരെ ഇവർ ആ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ബാക്കി കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കണം. ഇത് മകനാണെന്നുള്ള ഓവർ സ്നേഹം കൊണ്ട് ഇവര് പോയിട്ട് ഞങ്ങൾ ഇനി കാണുന്ന ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങളപ്പോൾ പോയി ആത്മഹത്യ ചെയ്യുകയാണ് ഇവർ ചെയ്ത് നിൽക്കുന്നത്. ഇതേപോലത്തെ കേസുകൾ ഇനിയും കേരളത്തിൽ ഒരുപാടുണ്ട്. അത് മാതാപിതാക്കൾ വീണ്ടും റീതിങ്ക് ചെയ്യണം. തങ്ങളുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പറയാനോ കൗൺസിലറോട് വീണ്ടും വീണ്ടും പുറകെ നടന്ന് ഇഷ്യൂവിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വരെ കാര്യങ്ങൾ നീക്കുവാനോ വേണ്ടിയിട്ട് മാതാപിതാക്കളും കൂടെ തയ്യാറാകണം. അത് തയ്യാറാകാനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യലല്ല ഇതിനുള്ള സൊല്യൂഷൻ. സോ ഇതുപോലത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകൾ ഇനിയും ഇപ്പം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലത്തെ കേസുകൾ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ ഒന്നിന്ന് പരാതി പറഞ്ഞിട്ടുള്ള കേസുകൾ ഒരുപാടുണ്ടായിരിക്കും. അപ്പം പോലീസുകാരും അവിടുത്തെ വാർഡ് മെമ്പർമാരും പരാതി കേട്ടവരൊക്കെ ചെയ്യേണ്ടത് ഇതിനെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ആത്മഹത്യ ഇപ്പം നടന്നു. ഇപ്പം തന്നെ 100 കേസുകൾ പോലീസ് സ്റ്റേഷനിൽ ഓരോ ദിവസം ഇതേപോലത്തെ പറയുന്നുണ്ട്. അതിനെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് പോലീസുകാരും ഈ കൗൺസിലർമാരോടും വാർഡ് മെമ്പർമാരോടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഇഷ്യൂ അപ്പ് വരുമ്പോൾ ആദ്യം ഒന്ന് പറയും. അപ്പൊ അതിനെ ഒന്ന് പറഞ്ഞ് 2 വർത്തമാനം പറഞ്ഞിട്ട് അത് ഒഴിവാക്കി വിടാതെ അതിനെ കറക്റ്റായിട്ട് ഇവർ ഫോളോ അപ്പ് ചെയ്യണം. ഇനി അവർക്ക് എപ്പോഴും സ്ഥിരം ഇങ്ങനെ പുറകെ നടക്കാൻ വയ്യില്ലെങ്കിൽ. അതിനാണ് നമ്മൾ പോലീസ് സ്റ്റേഷനും ഈ ഭരണ സംവിധാനമൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. സോ ഇതുപോലത്തെ ഈ ഒരു ആത്മഹത്യ ഒരു പാഠമാക്കിയെടുത്ത് ഇനിയും വരുന്ന ഒരുപാട് ആത്മഹത്യകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം. ഇതേപോലെ പരാതി കേൾക്കുന്നവർ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യണം. മാതാപിതാക്കൾക്ക് പരാതി കേട്ടുകൊണ്ട് പരാതി പറയുന്നതിൽ മടിയും കാണിക്കേണ്ട കാര്യം ഇവർക്കില്ല. അവരുടെ ഒരു അന്തസ്സ്, അവരുടെ ഒരു ഡിഗ്നിറ്റി, മക്കള് ഇപ്പം എല്ലാ മക്കളും അങ്ങനെ നന്നായി പോകണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ മക്കൾ മോശം കഴിച്ചുകൊണ്ട് അതിന് മുഴുവൻ ഉത്തരവാദിത്തം പാരൻസിനും പറയേണ്ട കാര്യമില്ല. സോ അതൊക്കെ പാരൻസ് മനസ്സിലാക്കുക, പോലീസുകാരും ഇത് കേൾക്കുന്ന ബാക്കി ആൾക്കാരും. ഇത് ഏതെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂ ആദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറച്ചുകൂടെ മുൻകൈ എടുത്ത് ഫോളോ ചെയ്ത് ആത്മഹത്യ പോലുള്ള ഇതിനകത്തേക്ക് പോകാതെ അതിനു മുമ്പ് അവരെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മുന്നോട്ടെടുക്കണം. ഇതിനോടുള്ള ശക്തമായ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ.